പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ ശക്തമായി തിരിച്ചടിക്ക് ഒരുങ്ങവേ ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിർണായക യോഗങ്ങൾ ചേർന്നു. സാമ്പത്തിക സുരക്ഷാ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളാണ് നടന്നത്. പാകിസ്ഥാനെതിരെ സാമ്പത്തിക ഉപരോധമടക്കം കൂടുതൽ നടപടികൾക്ക് ഇന്ത്യ ആലോചിക്കുകയാണ്. ഇറക്കുമതിയടക്കം നിലവിലുള്ള വാണിജ്യ ബന്ധം പൂർണ്ണമായും നിർത്തിയേക്കും. പാകിസ്ഥാനി വിമാനങ്ങളുടെ സഞ്ചാരം തടഞ്ഞ് ഇന്ത്യൻ വ്യോമപാത അടച്ചേക്കും. കപ്പൽ ഗതാഗതത്തിനും തടയിടാൻ സാധ്യതയുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് കേന്ദ്രം പുനഃസംഘടിപ്പിച്ചു. മുൻ റോ മേധാവി അലോക് ജോഷിയെ ചെയർമാനാക്കി 7-അംഗ സമിതി രൂപീകരിച്ചു. ഇതിനിടെ ജമ്മു കാശ്മീരിൽ ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി NIA സംഘം ആക്രമണ രംഗം പുനരാവിഷ്കരിച്ചു. അതിനിടെ ഇന്ത്യയുടെ സൈനിക നടപടി ഭയക്കുകയാണ് പാകിസ്ഥാൻ. 24 മുതൽ 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കൃത്യമായ വിവരം ലഭിച്ചുവെന്ന് പാക് വാർത്താ വിതരണ മന്ത്രി അദൌല തരാർ പ്രതികരിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലും പാകിസ്ഥാൻ തേടിയിട്ടുണ്ട്. അന്താരാഷ്ട്ര അതിർത്തിയിലടക്കം വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി TG സജിത്ത് ആണ് ചേരുന്നത്. സജിത്ത്, ഇന്ത്യയുടെ ഒരുക്കങ്ങൾ വ്യക്തമാണ്. അത് പക്ഷേ ഒരു സൈനിക നീക്കത്തിനപ്പുറം ഇന്ത്യയെ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലെ സാധാരണക്കാരായ പൗരന്മാരുടെ ജീവഹാനി ആഗ്രഹിക്കുന്നവർ അല്ല. തീവ്രവാദ കേന്ദ്രങ്ങളാണ് ഇതിനു മുമ്പും അധികമായും ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളത്. അതിനപ്പുറത്ത് സാമ്പത്തികമായ വ്യോമപാതകൾ അടച്ചുകൊണ്ടുള്ള എല്ലാ തരത്തിലുമുള്ള ഉപരോധം ഏർപ്പെടുത്തുക എന്നത് യുദ്ധത്തെക്കാൾ വലിയ നയതന്ത്രം ആണല്ലോ. അങ്ങനെ ഒറ്റപ്പെടുത്തുക പാകിസ്ഥാനെ, അതിലേക്ക് തന്നെയാണോ ഇന്ത്യ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? തീർച്ചയായും ഇന്ത്യയുടെ ഈ പഹൽഗാം സംഭവത്തിന് ശേഷമുള്ള നീക്കം അതൊരു കരയുദ്ധമോ സൈനിക യുദ്ധമോ ആയി മാത്രം ഒതുങ്ങുന്നില്ല. അത്തരം ആലോചനകൾ നടക്കുന്നുണ്ട്. അത്തരം നീക്കങ്ങളും നിർണായക കൂടിയാലോചനകളും ദേശീയ തലത്തിൽ നടക്കുന്നു. ഇതിന് പുറമെ ഇന്ത്യ പല അർത്ഥത്തിലുള്ള നീക്കങ്ങളാണ്. അതിൽ തുടക്കമിട്ടത് നയതന്ത്ര നീക്കമാണ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ തങ്ങളുടെ നിലപാട് ഈ പഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കാട്ടി പാകിസ്ഥാന്റെ ഇമേജ് മോശമാക്കുക, അല്ലെങ്കിൽ അവരുടെ ഇമേജ് തകർക്കുക, പാകിസ്ഥാന് മേൽക്കൈ നേടുക എന്ന നീക്കമാണ് ഇന്ത്യ നടത്തിയത്. അത് പലകുറി ഫലം ചെയ്തു കഴിഞ്ഞു. കാരണം പ്രധാന രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ നിലപാടിനെ അംഗീകരിച്ചു കഴിഞ്ഞു. UN-ലും ഇന്ത്യ ആ തരത്തിൽ തന്നെ ശബ്ദമുയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെയാണ് സൈനിക നീക്കം എന്ന ആലോചന. ഗൗരവമായുള്ള ആലോചനകളിലേക്ക് തന്നെയാണ് സർക്കാർ കടന്നിരിക്കുന്നത്. ഇന്ന് ചേർന്നത് 3 പ്രധാനപ്പെട്ട യോഗങ്ങളാണ്. ഒന്ന് പാർലമെന്ററി കാര്യ പൊളിറ്റിക്കൽ അഫയേഴ്സ് സമിതിയാണ്. ക്യാബിനറ്റിൻ്റെ ഉപസമിതി, രാഷ്ട്രീയകാര്യ ഉപസമിതിയാണ് ഇന്ന് ചേർന്നത്. ഈ യോഗത്തിലാണ് ഇന്ന് ഈ സാഹചര്യങ്ങൾ വിശദമാക്കുന്ന നീക്കങ്ങൾ ഉണ്ടായത്. കാസ്റ്റ് സെൻസസുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ അവിടെയാണ് കൈക്കൊണ്ടത്. അതിനുശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതിയാണ്. അതിൽ തന്ത്രപ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ 2 മിനിറ്റ് മൗനം ആചരിച്ചു. പഹൽഗാം രക്തസാക്ഷികൾക്ക് വേണ്ടി 2 മിനിറ്റ് മൗനം ആചരിച്ചതിന് ശേഷമാണ് യോഗം ആരംഭിച്ചത് തന്നെ. അവിടുത്തെ കശ്മീരിലെ സ്ഥിതിഗതികൾ വിശദമായി തന്നെ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ സേനാ മേധാവികൾ സർക്കാരിനെ അറിയിച്ച കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായ വിലയിരുത്തലും ഈ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത സർക്കാർ കേന്ദ്രങ്ങൾ പങ്കുവച്ചിട്ടില്ല. എന്തായാലും നിർണായകമായ ആലോചനകളിലേക്ക് തന്നെ കടക്കുന്നു എന്നതാണ് സാഹചര്യം. നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി ഇനിയുള്ള 2 ദിവസം അദ്ദേഹം ഡൽഹിയിലില്ല. അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലും ആന്ധ്രയിലും പിന്നീട് കേരളത്തിലുമായി പൊതുപരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന 2 ദിവസങ്ങൾ അത്തരം നീക്കങ്ങളുടെ സാധ്യത പരിമിതമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് ദേശീയ തലത്തിൽ നടക്കുന്നത്. വലിയ ഗൗരവമുള്ള കൂടിയാലോചനകൾ ആ തരത്തിൽ നടക്കുന്നുണ്ട്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ സൈനിക നീക്കത്തിന് പുറമെ നയതന്ത്ര നീക്കം ഒരു വശത്ത് നടത്തുന്നു. ഒപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാന് മേൽ കടുത്ത സാമ്പത്തിക ഉപരോധം കൂടിയാണ് ഏർപ്പെടുന്നത്. പ്രധാനപ്പെട്ട വ്യാപാര കരാറുകളിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോയിട്ടുണ്ട്. അത് പാകിസ്ഥാന് മേൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഇതിനും അപ്പുറമാണ് ഇന്ത്യ എടുത്ത ഏറ്റവും കടുത്ത തീരുമാനങ്ങളിൽ ഒന്നാണ് സിന്ധു നദി കരാറിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക്. അത് പാകിസ്ഥാനിൽ അതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. കാരണം പല മേഖലകളിലും ജലദൗർബല്യം അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ത്യ എടുത്ത ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ ഒന്നായി കൂടി അത് മാറുകയാണ്. അങ്ങനെ സാധാരണ രീതിയിലുണ്ടാവുന്ന സൈനിക നീക്കത്തിനപ്പുറമുള്ള നീക്കങ്ങൾ ഇത്തവണ ഇന്ത്യയിൽ നിന്നും ഉണ്ടായി എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ഈ പാകിസ്ഥാൻ കേന്ദ്രങ്ങളിൽ നിന്നും സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ വ്യാപകമായ പ്രചരണമുണ്ടായിരുന്നു. ഇത് തടയിടാൻ തുടക്കം മുതൽ തന്നെ ശ്രമം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് പാക് യൂട്യൂബ് ചാനലുകൾക്ക് ഇന്ത്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തു. പാക് നേതാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും ഇന്ത്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. അത്തരം കടുത്ത നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ സൈനിക നടപടിക്കപ്പുറമുള്ള നീക്കങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അത് ഫലം കാണുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം.
യെസ്, കടുത്ത സൈനിക നടപടികൾക്കപ്പുറം നയതന്ത്രത്തിലൂടെ അല്ലെങ്കിൽ പാകിസ്ഥാനെ വളരെ കൃത്യമായി ഒറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടാകുന്നു. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും ഇന്ത്യയുടെ ഇത്തരം നീക്കങ്ങൾ.